എന്താ രാഘവന്നാരെ? എന്താന്ന് ഇപ്പൊ പോണം? എങ്ങോട്ട്? രാവിലെ തന്നെ പത്രം കിട്ടിയപ്പോ ഞാൻ വായിച്ചു. അത് ഓടി വന്നാ ഇതിനുള്ളിലൊന്ന് നോക്കി ആനയെ കൊടുക്കാനുണ്ടെന്നുള്ള പരിധം കിട്ടിയ ഉടനെ ഇതേക്ക് ഓടി പോന്നാണ് ഞാൻ. വേഗം പോയി ഷർട്ടിടി. അറിഞ്ഞ ശരിക്കും ഉടനെ പോണെന്ന്. ഇപ്പഴാ പോയി ഷർട്ടിടി. നിന്റെ അച്ഛൻ. അയ്യോ ഒന്നും പറഞ്ഞിക്കല്ലോ, നേരല്ല. ഷർട്ട് നോക്കി കയ്യിൽ ഗൗരവം മനസ്സിലാവില്ല. മുഴുവൻ അവിടെ കൊണ്ട് ചെലവാക്കും. പറ്റില്ല, ഞാനും വരുന്നു. നീ ആരുടെ കാര്യം പറയണേ? അച്ഛന്റെ ശവം കാണണം. അയ്യോ എന്റെ അച്ഛൻ ചത്തോ. അയ്യോ നിന്റെ അച്ഛൻ ചത്ത കാര്യമല്ല പറഞ്ഞത്, ആനേനെ വാങ്ങണ കാര്യ. ഇയാളെ ആരുടെ മറ്റേ നോക്കിയാണോ? പറഞ്ഞ പകത്തൊന്നും ഞാനക്കില്ല. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കച്ചവടത്തിന് വന്നാലേ തർക്കിക്കുന്നില്ല. ഞങ്ങളൊരു തുക അങ്ങോട്ട് തരും, അത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഇപ്പൊ നേരെ ആ കാശ് കൊടുക്കും. ഇയാൾ എന്ത് പൂരം കണ്ടാ നിൽക്കണ്ടേ? ആ കാശ് കൊടുക്കുന്നു. പിന്നെ എന്റെ ബ്രോക്കറേജ് അത് നിങ്ങളുടെ ഇഷ്ടം. ഇതാ 29,000 ഉറുപ്പ്യുണ്ട്. ഇത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഈ തുകയ്ക്ക് നടക്കില്ല. ये दाम को दे देंगे क्या? वो बहुत कम हो गया. अच्छा, ഈ വിലക്ക് കിട്ടില്ല, നിങ്ങൾ പോയിക്കോ. സർക്കാരിൽ നിന്ന് ലോൺ എടുത്ത കാശാണ്. സർക്കാരിന്റെ കാര്യത്തിന് ഇവിടെ പറയുന്നത്. ആനയെ കൊണ്ടുപോയി കാണിച്ചില്ലെങ്കിൽ ഞാൻ അകത്താവും. പാവം ഉള്ളേ പോകുമ്പായി. ഇതിന് സമ്മതിക്കും സാറേ. അതെ. ഏയ്, അത് ശരിയാകില്ല. എന്റെ കയ്യിൽ ഇനിയുള്ളത് 240 ഉറുപ്പ്യ 50 പൈസ. ഇതങ്ങോട്ട് വാങ്ങും സാറേ. വാങ്ങിക്കൂ സാറേ, പാവം കുടുംബം പോറ്റുന്ന മനുഷ്യനാ. ശരി, കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ ലോൺ എടുത്തെന്നൊക്കെ പറയുന്നോണ്ടാ സമ്മതിക്കുന്നത്. ബൈ. ദേദോ. നമസ്തേ. ഇതിന്റെ ഒരു കോലം കണ്ടില്ലേ? വെള്ളം കണ്ടിട്ട് നാള് കുറെ ആയിന്ന് തോന്നണേ. പാടി ബാ. ആനയെ വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ രാഘവൻ നായർ ആനയെ വാങ്ങി തന്നിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ചതിലും കുറഞ്ഞ വിലക്ക് ആനയെ കിട്ടിയോ? എന്റെ രാഘവൻ നായരെ, ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ഇത് നല്ല ഐശ്വര്യമുള്ള ആനയാണ് ഇപ്പൊ നായരെ. ഇനി നിങ്ങൾക്ക് വെച്ചടി കയറ്റാണ്. ഇതിനൊന്ന് കുളിപ്പിച്ച് മനുഷ്യക്കോലാക്കണമെങ്കിൽ ദിവസം കുറെ പിടിക്കും. എന്തിനാ മനുഷ്യക്കോലാക്കണ്? അത് ആനയുടെ കോലത്തിൽ തന്നെ നോട്ടാണ്. താൻ അവിടെ ഇരുന്ന് പ്രസംഗിക്കാണ്ട് ഒന്ന് തേച്ച് തന്നെ. അതൊന്നും എന്റെ പണിപ്പെട്ടതല്ല. ചീപ്പ് റേറ്റിന് ഒരു ആനേനെ മേടിച്ചത് ഇത് തേച്ചു തരാന്. അതൊക്കെ പാപ്പാമാരെ പണിപ്പെട്ടതാ. പാപ്പാനാ? വേഗം തേച്ചൂടിയേ. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ആളെ വിട്ടിരിക്ക. ആനയെ കുളിപ്പിച്ച് ഞങ്ങൾ ഉടനെ എത്തുമെന്നും പറഞ്ഞിട്ട്. മനസ്സിലാമ ചെയ്തോളൂ. മനസ്സിലാമ കർമ്മം ചെയ്യൂ. അർത്ഥേന്ദ്ര നിമിഷം പരാഗപറ്റം ഏവം ഊർധൂര വിവം കാന്തിയേവം അർത്ഥേന്ദ്ര ബിംബം സുഖസുപ്തിയാമം ഏവം ഇതം വിനായകം പ്രീതിം പ്രാപ്തിപരാഹം ഏവം വർണ്ണോ. എല്ലാവരും ഒതുങ്ങിയേക്ക്. ഇങ്ങനെ തിങ്ങി കൂടി നാനകിട്ട് കാറ്റിട്ടുണ്ട്. ആന ദൂരം ഒന്നാലും കാണാം. കുറച്ചങ്ങോട്ട് മാറി. നമ്മൾ വാങ്ങിയ ആനയല്ലേ? നിങ്ങളല്ലേ പറയണത്? അച്ഛാ, ഈ ആന ആണാണോ പെണ്ണാണോ? ഇത് പിടിയാനേ മോളെ. ആണാണെങ്കിൽ കൊമ്പ് കാണില്ലേ? ഇത് കൊമ്പല്ലേ അച്ഛാ? ഇത് പല്ല. എല്ലാ പിടിയാനകൾക്കും ഇതുപോലെ ഉണ്ടാവും. കൊമ്പനാനയാണെങ്കിൽ വലിയ കൊമ്പുണ്ടാവും. ഇവളുടെ പേരെന്താ അച്ഛാ? അയ്യോ, അച്ഛൻ അത് ചോദിച്ചില്ലോ മോളെ. നമുക്ക് പുതിയ പേരിട്ടളയാം. അത് തന്നെ. നോക്കൂ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. മരിച്ചുപോയ എന്റെ അമ്മയുടെ പേരിടാം, നാരായണി അമ്മന്ന്. ആരെ കാണുമ്പോഴെങ്കിലും എനിക്ക് എന്റെ അമ്മയൊന്നും ഓർക്കാലോ. അതൊക്കെ പഴഞ്ച പേരല്ലേ? നമുക്ക് നല്ലൊരു പേരിടാം അല്ലേ അച്ഛാ? മോള് എന്നൊരു നല്ല പേര് പറ. ഡിംപിൾ കപാടിയ. പറ്റൂടോ? അതൊന്നും ആനക്ക് പറ്റിയ പേരല്ലാന്ന്. വേറെ വല്ലതും ഉണ്ട്? രതി അഗ്നിഹോത്രി. എന്ത് ഹോത്രി? രതി അഗ്നിഹോത്രി എന്ന്. ഇപ്പൊ നേർക്ക് വല്ലതും മനസ്സിലായോ? വല്ല കുഴപ്പമുണ്ടാവും എന്നാ തോന്നുന്നത്. അച്ഛൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ വൃത്തിയായിട്ട ഭാഷയൊക്കെ പറയുന്നേ. തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേർക്ക് പറയാൻ പറ്റിയ ഭാഷയാണ്. ചേച്ചി, എന്റെ ഒരു നല്ലൊരു പേരുണ്ട്, മിസ് ഫമീല. നല്ല പേര്. നല്ല പേരുകളെല്ലാം പറയാം. മനുഷ്യനും ഇവിടെ ഒന്നട്ടോ. മോളെ, നിനക്ക് ഞാൻ എന്ത് പേര് ഇടണ്ടേ? നോക്കൂ, ഞാനൊരു പേര് പറയട്ടെ. എന്നാ പറ. ശ്രീവിദ്യ. എന്താ? ശ്രീവിദ്യ. ശ്രീവിദ്യ. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ആനയ്ക്ക് പറ്റിയ പേര് തന്നെ, ശ്രീവിദ്യ. ചേച്ചി, നല്ല പേര്, സമ്മതിച്ചിരിക്കുന്നു.
ഞാനും ആ പേര് പറയണമെന്ന് എന്നെ വിചാരിച്ചില്ല. നോക്കൂ നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ? എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കട്ടാ. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തൊലക്കി. അച്ഛാ ഇത് എന്ത് പറ്റി അച്ഛാ? എനിക്കൊന്നും അറിയില്ല മോളെ. ആനയെ ഇടത്തിയാനെ, ആനയെ വലത്തിയാനെ. എന്റെ പൊന്നാനെ, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയൂ. ഇതിപ്പോ ഈ ആന പൊട്ടിയാണോ? നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയല്ല മാധവി. നോക്കൂ നോക്കൂ. അപ്പൊ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ? ഈ ആന എന്താ ഒന്നും അനുസരിക്കാത്തെ? എനിക്കൊന്നും അറിയില്ല. ആന മുഖം വീർപ്പിച്ച് നിക്കണ കണ്ടാ തോന്നും ഞാൻ ഏതാണ്ട് ആനയുടെ 10-25,000 രൂപ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത പോലെയാണ്. അതൊന്നും അല്ലെന്നേ, നാട്ടുകാരുടെ കണ്ണായിരിക്കും. അത് ഈ ആന ഒന്നും അനുസരിക്കാത്തെ. ഒരു അനക്കമില്ലാണ്ട് നിക്കണ കണ്ടില്ലേ? ഇങ്ങനെയുണ്ടോ ഒരു ആന? ഇനിയിപ്പോ സ്ഥലം മാറ്റി തളച്ചുകൊണ്ടായിരിക്കോ? ഏയ് അതും അല്ലെന്നേ. പിന്നെ ഞാൻ പറയട്ടെ? പറയടി. പറയട്ടെ? പറയാൻ പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുവാണെങ്കിൽ ഇപ്പൊ പറയാൻ മനസ്സില്ല. അങ്ങോട്ട് ചെല്ലി. ആ. കല്യാണം കഴിഞ്ഞ് അന്നോട്ടുള്ളത് അതൊക്കെ വേണ്ട. ഉം. ഇനി വേണ്ട. ഉം, ഉം. ആ. ആ. മാധവി പറയടി. അസൂയക്കാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ആനയെ മേടിക്കാൻ പോണോന്ന് പറഞ്ഞപ്പോഴേ ആ കിഴക്കേലെ ദേവയാനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലണ്ടായി. ആ നരകത്തിന് എനിക്ക് പണ്ടേ അറിയാം. മോള് ശരിയാ, തള്ളയും ശരിയാ. ഓ പിന്നെ ഹാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ആ വെളിച്ചപ്പാടിനെ ഒന്ന് കൊണ്ടുവന്നാലോ? അമ്മേ ദേവി മഹാമായേ, മഹാമായേ ഭഗവതി, അമ്മേ മഹാമായേ, വാനെ ആനെ വരാൻ, വാനെ ഇങ്ങോട്ട് വരാൻ. അതെ, എന്തോ കുഴപ്പമുണ്ട്. ഇന്ന് തന്നെ ഗണപതി കോവിലിൽ ഒരാനരൂപം നേർന്നേക്ക്. 1 മാസത്തിനകം എല്ലാം ശരിയാവും. 1 മാസം? അതെ, എന്തോ കുഴപ്പമുണ്ട്. ആശാനെ, കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? ആനയ്ക്ക് മലയാളം അറിഞ്ഞൂടാത്തോണ്ടാ ഹിന്ദിയിൽ പറഞ്ഞു നോക്കാൻ മാനേജർ പറഞ്ഞു. ഏത് മാനേജർ? സർക്കസിലെ മാനേജർ. വിളിച്ച പടം അങ്ങോട്ട് മാറിയിരുന്നട്ടെ. ഹിന്ദി ആനയാവേ? കുറെ ഹിന്ദി വാക്കുകൾ കുറിച്ച് തന്നിട്ടുണ്ട്. അഗത് എന്ന് പറഞ്ഞ ആന ഇങ്ങോട്ട് വരും. എന്തോന്ന്? അഗത് ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. എന്താ പരിശ്രമം? അകത്ത്. ആ ആ. വിദ്യേ അഗത്, അകത്ത് അകത്ത് അഗത്, വിദ്യ അകത്ത്. അയ്യോ ആന വരുന്നു. കണ്ടാ? കണ്ടാ? ഞാൻ പറഞ്ഞില്ലേ? അയ്യോ എന്റെ വിദ്യ അകത്ത്. അയ്യോ അച്ഛൻ എവിടെയൊക്കെ നോക്കിട്ടാ ഇത്രയ്ക്ക് ലക്ഷണോത്തര ആനയെ കിട്ടിയെന്നറിയോ? ആ ഇനിയിപ്പൊ നിനക്ക് സുഖമാ. ടൈപ്പിന് പോകുമ്പോ അച്ഛൻ്റെ കൂടെ ആനപ്പുറത്ത് പോകുമല്ലോ. ഓ പോകുമ്പോ നിന്നെയും കൂടെ കൊണ്ടുപോവാ. ഓ എന്താ പോരെ? ദാ വരുന്നുണ്ടല്ലോ. ആ ആനയെ കൊണ്ടുവന്നെന്നറിഞ്ഞപ്പോ പട്ടയം കൊണ്ടാ വരവ്. വാ നമുക്ക് അകത്തേക്ക് പോ. നിന്നെ നിക്കാൻ കഴിക്കാൻ പോകുന്ന ആളല്ലേ, പിന്നെന്താ ഒഴിഞ്ഞു മാറോ? ഒത്തിരി കഴിക്കും. അന്ന് എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാഷ തല്ലിയില്ലേ, അന്നേ ഞാൻ വെറുത്തതാ. സംസ്കാരമില്ലാത്ത ജന്തു. ആ നീ ഇതെങ്ങനെ അറിഞ്ഞെന്റെ വാസുവേ? ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയില്ല അമ്മായി. അല്ല, അവളെന്താ എന്നെ കണ്ടപ്പോ അങ്ങ് അകത്ത് കയറിപ്പോ പറഞ്ഞു? അവിടെ കൂടെ ആ സുഗറ ഉള്ളത് കൊണ്ടായിരിക്കും. നോക്കൂ നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ? ഇത് കണ്ടോ? ആനയും കൊണ്ട് വരണേന് മുമ്പേ പട്ടയം കൊണ്ട് വാസു ഇങ്ങെത്തി. ആനക്ക് എന്തൊക്കെയാ അമ്മാവ തീറ്റ? സിമെന്റും കമ്പിയും. ഏ? ആനക്ക് എന്താ തീറ്റ വേണ്ട വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നീ നിന്റെ പണി നോക്കി പോടച്ചക്ക. ഇതെന്താ ഇങ്ങനൊക്കെ പറയണേ? ഒരാന വന്നപ്പോഴേക്കും എല്ലാരും കണ്ടുകൂടണ്ട. എല്ലാവരും എനിക്ക് കണ്ടുകൂടാണ്ടായിട്ടില്ല. ഇവൻ എനിക്ക് കണ്ടുകൂടാ. അല്ലെങ്കിൽ ഇവൻ പറയും അമ്മാവന്റെ ആനയെ നോക്കാൻ നിന്നിട്ടാ ഇവന്റെ കച്ചവടം പൊളിഞ്ഞു. എന്തായാലും ഇവന്റെ കച്ചവടം പൊളിയും. എനിക്കറിയില്ല ഇവൻ ആരാന്ന്.
എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതിന് ചേർന്ന പോലെ നീയും. നോക്കൂ നോക്കൂ, നീ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ? ആ എന്റെ ആങ്ങളുടെ മോനാ ഇവന്. നിങ്ങൾ പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ഹലോ, ആനയുടെ ഓണർ അല്ലേ ഇവിടെ? ദാ നിൽക്കണു. പാപ്പാനല്ല ചോദിച്ചത്, ഇതിന്റെ ഓണർ മുതലാളി. രണ്ടും ഞാൻ തന്നെയാ. ഓ, I see 2 in 1. ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരികയാണ്. ഞാൻ സരോജ് നായർ, ഇത് മിസ്റ്റർ ശങ്കർജി ചാത്തനാട്. ഹലോ. നിങ്ങൾ പുതിയ ആനയെ വാങ്ങിയെന്ന് അറിഞ്ഞു. പുതിയ ആനയൊന്നും അല്ല, അല്ല, ഈ മൃഗസംരക്ഷണത്തെ കുറിച്ച് വല്ലതും അറിയാമോ? കുറേശ്ശെ അറിയാം. ആഹാ, 21 കൊല്ലം പാപ്പാനായിരുന്നു. അതുകൊണ്ടായില്ല. മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആനയുടെ ഭക്ഷണം, താമസം, സുഖ സൗകര്യങ്ങൾ എന്നിവയെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത്. ആന ഒരു സാധാരണ മൃഗമല്ല. മനുഷ്യനേക്കാൾ ബുദ്ധിയും നന്ദിയും കൂർമ്മതയുള്ള ഒരു വൻ മൃഗമാണ് ആന. ശങ്കർജി, ആലിസിഞ്ഞു തരൂ. ഇത് ആനയ്ക്ക് കൊടുക്കേണ്ട മെനു ആണ്, അതായത് ഡെയിലി കൊടുക്കേണ്ട ഫുഡ്. ഇതൊന്ന് വായിച്ചു കേൾപ്പിക്കും മിസ്റ്റർ ശങ്കർ. പനമ്പട്ട 150, ഓലമടല് 100, Yeah. ചോറ് 25 കിലോ, റാഗി 25 കിലോ, Exactly. ശർക്കര 25 കിലോ, പഴം 100 എണ്ണം, That's all. കരിമ്പ് 50 കിലോ, ശുദ്ധജലം 150 ലിറ്റേഴ്സ്, Yeah. വൈറ്റമിൻ ഗുളിക 25 വീതം 2 നേരം. It's okay. You understand? ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാനുള്ള കാശുണ്ടെങ്കിൽ ഒരാനയെ കൂടെ വാങ്ങിക്കാമല്ലോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആനയ്ക്ക് മദ്യം കൊടുത്തു പോരുത്. അതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് എപ്പോഴും മദ്യപിക്കേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും. മദ്യം കഴിച്ച് ശീലിച്ചിട്ടുള്ള ആന മദ്യം കിട്ടാതെ വന്നിട്ട് പല ചാരായ ഷോപ്പുകളും ബാറുകളും കയ്യേറി മദ്യപിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മദ്യത്തിന്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. യു മസ്റ്റ് ബി കെയർഫുൾ. ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ സ്ത്രീകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വരട്ടെ, നന്ദി, വീണ്ടും കാണാം. ആ, ആനയ്ക്ക് എന്താ പേരിട്ടിരിക്കുന്നത്? ശ്രീവിദ്യ. ഓ, സ്വീറ്റ് നെയിം. വിദ്യ. See you. Bye. Bye. അയ്യടാ, ഭർത്താക്കന്മാര് കുടിക്കാതിരിക്കാൻ ഭാര്യമാര് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്ന പോലെയാ. ആന കുടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം പോലും. അയ്യ, ചേട്ടാ ചേട്ടാ, എന്താടാ ചേട്ടനെ അന്വേഷിച്ച് അയ്യപ്പൻ ആനയായിട്ട് വന്നിരിക്കുന്നു. ആനയാ? എന്തിനാ പറയെടുക്കാനാ? ഓ, പറയെടുക്കാനൊന്നും അല്ല, എന്നെ കാണാനാ. അല്ലേ, നിന്നെ കാണാൻ ആനി വന്നു തുടങ്ങിയ? എന്ത് പറഞ്ഞാലും ഒരു എന്താ അയ്യപ്പൻ നായരെ, ഇതാണോ ആന? അതെ സാർ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലോക്ക് ഓഫീസറെ കാണിച്ചോ? കാണിച്ചു. തഹസിൽദാർ സാറിനെ കാണിക്കാൻ പറഞ്ഞു. പെണ്ണാനയാണെന്നാണല്ലോ സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്താ അതിന് കൊമ്പ്? ഇത് കൊമ്പല്ല സാറേ, പല്ല. പിടിയാനക്ക് ഇതുപോലെ ഉണ്ടാവും. ഓ, അത് ശരി. ഇത് നമ്മുടെ കറുത്തേടത്തെ ജോർജ് കുട്ടിയുടെ ഇടമ്പല്ല് പോലെ ഉണ്ടല്ലോ. എന്റെ ഈശ്വര, എല്ലാം പോയില്ലോ. അമ്മച്ചൊന്നും മിണ്ടാതെ അകത്തേക്ക് പോണ്ടോ? അത് കൊള്ളാലോ, നീ ഇപ്പൊ തഹസിൽദാര് കളിക്കണാ? എടാ, നീ തഹസിൽദാർ ആവണേന് മുമ്പ് നീ എന്റെ മോനായിരുന്നു. നിന്റെ അപ്പൻ തോമാച്ചനുണ്ടല്ലോ, അയാളെ വരെ ഞാൻ വില വെച്ചിട്ടില്ല. പിന്നല്ലേ നീ ഒരു തഹസിൽദാര് കളി? ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ എന്താ ചെയ്യാ, ഞാൻ പോട്ടെ. വാ 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 വിദ്യേ. നല്ല ആളാണ്. ഞാൻ നിങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു മൃഗാസ്പത്രി പോയിന്ന്, അവിടെ ചെന്നപ്പോ പറഞ്ഞു ബ്ലോക്ക് ഓഫീസിൽ പോയിന്ന്, അവിടെ ചെന്നപ്പോ പറഞ്ഞു തഹസിൽദാരെ കാണാൻ പോയിന്ന്. നിങ്ങൾ എവിടെയായിരുന്നു? ഒന്നും പറയണ്ട എന്റെ രാഘവൻ നായരെ. ഞാൻ ഇതിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിക്കുന്ന കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയൂ. ഇതേ കണ്ടോ, ഇങ്ങോട്ട് വലത്തിയാനേ കണ്ട, ഇങ്ങോട്ട് ഇടത്തിയാനേ അത് പറഞ്ഞോളൂന്ന്. അവളുടെ അമ്മേനെ അവിടെ കുഴിച്ചിട്ടുണ്ട് ആ പുഴയില്. ഞാൻ ഇതിനെന്നെ അടിച്ചു. നേരെ നമ്മുടെ മമ്മൂജിയുടെ മില്ലില് തടി പിടിക്കാൻ ഒരു ആനനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എവിടൊക്കെ ക്യാൻവാസ് ചെയ്യണ്ടെന്ന് അറിയാം നിങ്ങൾ. ഈ ഭാഷ അറിയാത്ത ആനയെ കൊണ്ട് ഞാൻ എങ്ങനെയാ തടി പിടിപ്പിക്കുക? സാരില്ല, ഇപ്പൊ നേരെ ആംഗ്യം കാണിച്ചാ മതി, അതനുസരിച്ചോളും. ഏത് നാട്ടിലും ഏത് ഭാഷയിലും ആംഗ്യമൊക്കെ ഒന്നല്ലേ? ശരിയല്ലേ? അതെന്താ അയ്യപ്പൻ നായരെ, നിങ്ങൾ ആനേനെ വാങ്ങിട്ട് നമ്മളെ അറിയിക്കാഞ്ഞത്? ആ ആന ചൂണ്ടി പറഞ്ഞിട്ടാ നമ്മളറിഞ്ഞത്. ഈ തടിയൊക്കെ ആ മില്ലിനടുത്തേക്ക് വലിച്ചിടിക്കും.
വാ വാ ഇവിടെ വരാൻ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. ഇതെന്താ മരം വലിച്ചിടാൻ പറഞ്ഞിട്ട് മേലെ കയറി നിൽക്കണേ? വലിച്ചിടാന് മരം വലിച്ചിടാനേ നീ, വലിച്ചിടാനേ നീ, മരം വലിച്ചിടാനേ, വലിച്ചിടാൻ. എന്താ ഇത്? നീ എന്ത് കഥയായി കാണിക്കണേ? സർക്കസ് എവിടെ? എടി ഒറ്റക്കാലം നിന്ന വീഴുന്ന്. ഇങ്ങോട്ട് വരാൻ. ദേ പൊക്കണു മറ്റേ കാലും. ചോ, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാ. ഇതിപ്പോ എന്തിനാ ഇരിക്കണേ? നിന്നിട്ട് കാല് കാഴ്ച. ഇടി, ഇതെന്നെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയേക്കാന്നാ തോന്നണേ. വലിയൊരു കാണുണ്ടോ ഈശ്വര? ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞില്ലേ? എന്റെ അമ്മോ, ഇതെന്താ ഈ കാണിക്കണേ? തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിട്ടുണ്ടാവോ? ആ, ആകെ കുഴഞ്ഞല്ലോ രാഘവൻ നായരെ. തടി പിടിക്കാൻ ആംഗ്യം കാണിച്ച ആന കാല് പൊക്കി സർക്കസ് കാണിക്കും. ഹിന്ദി അറിയായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. അല്ല, അയ്യപ്പനാശാന് ഹിന്ദി ഒട്ടും അറിഞ്ഞൂടെ? അത് ശരി, മലയാളം തന്നെ നല്ലോണം അറിഞ്ഞുകൂടാത്ത ആളാണ് ഹിന്ദി കൂടി പഠിക്കുന്നത്. മലയാളം എനിക്കറിയില്ല, താനാ തീരുമാനിക്കണേ. ആശാന്റെ മോൾക്ക് പരശുരാമ സൂക്ഷിച്ചോ, നീ എന്റെ കൈ കൊണ്ട് മേടിക്കും. മേടിക്കണ ആന ഹിന്ദിക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെ ഹിന്ദി പഠിപ്പിച്ചാനെ. ഈ ആനയെ സർക്കസുകാർക്ക് തിരിച്ചു കൊടുത്തിട്ട് പകരം മലയാളം അറിയാവുന്ന ഒരു ആനയെ നമുക്ക് കിട്ടുമോ? പിന്നെ നിങ്ങൾ എന്ത് വിവരക്കേടാണ് പറയുന്നത്? അതെ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇനി നിങ്ങൾക്ക് ആനയായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദി പഠിച്ചോ. അതിനേതെങ്കിലും ഹിന്ദി മാഷെ കൊണ്ട് ട്യൂഷൻ എടുപ്പിച്ചാ പോരെ. ഞാൻ ഈ വയസ്സുകാലത്ത് എങ്ങനെയാടോ ഈ അറിയാത്ത ഭാഷ പഠിക്കുന്നത്? ശരിയാ അല്ലേ? അതെ, ആനയെ മലയാളം പഠിപ്പിക്കാന്ന് പറഞ്ഞാ നടക്കുന്ന കാര്യമല്ല. അതിലും ഭേദം അയ്യപ്പൻ നായർ ഹിന്ദി പഠിക്കുക. ശരിയാ. ശരി ശരി ശരി, കുറെ നേരം അതിൽ തുടങ്ങിയിട്ട് ഞാൻ ഒറ്റ ചോദിച്ചെന്നിട്ടല്ലോ. ആ, നമ്മുടെ നാട്ടിൽ ഹിന്ദി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആരുണ്ട്? ഒരാളുണ്ട്, ഹിന്ദി വിദ്വാന, എന്റെ പരിചയത്തിലുള്ളതാ. വിനയചന്ദ്രൻ എന്നാ പേര്. ചെറുപ്പക്കാരൻ, മിടുക്കൻ. പിന്നെ ആള് കുറെ ദൂരെയാ. ആയിക്കോട്ടെ, വൈകിക്കണ്ട, ഉടനെ ഓടിക്കോ. നിക്ക്, എന്റെ വീട്ടിൽ കല്യാണപ്രായമായിട്ടുള്ള ഒരു മോളുള്ളതാ. ചെറുപ്പക്കാരെ ട്യൂഷൻ എടുക്കാൻ വരുന്നത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്, മകളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഹിന്ദി പഠിക്കുക. എന്താ പോരെ? അയ്യോ ആശാനെ, ഇയാൾ അത്രക്കാരനല്ല, പഞ്ചപാവ. ചെറുപ്പക്കാരുടെ യാതൊരു ദുശീലങ്ങളും ഇല്ല. പിന്നെ പഠിച്ചോണ്ടിരിക്കുന്ന കാലത്ത് ഒരു ഹിന്ദി ടീച്ചറിന്റെ, അതായത് ഒരു സുന്ദരിയായ ഹിന്ദി ടീച്ചറിന്റെ അല്ല, മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും ഉണ്ട്. ഉറപ്പാണോ? എന്താ ആശാനെ അങ്ങനെ ചോദിക്കുന്നത്? എനിക്കും പ്രായമായ സുന്ദരികളായ 2 സഹോദരിമാരുള്ളതാ. ഇവൻ അടിക്കടി എന്റെ വീട്ടിൽ വന്ന് പോകാറുണ്ട്. അതിന്റെ പേരിൽ ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് ഞാൻ ഭാഗ്യവാനാണ്. എന്നാ പിന്നെ നീ ഇപ്പൊ തന്നെ പോയിക്കോ. അയ്യപ്പൻ നായർ വണ്ടി കാശ് കൊടുക്കി.